വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് യൂട്യൂബിൽ ഒരുപാടധികം ഫാൻസിനെ സമ്പാദിക്കാനായിട്ട് സാധിച്ച ഒരു ചാനലാണ് പ്രണവ് ആൻഡ് പ്രവീൺ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ. ഇവരെ ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഒരുപാടധികം കോൺട്രവേഴ്സിയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. റീൽസ് ലൈഫ് അല്ല റിയൽ ലൈഫ് എന്ന് തീർച്ചയായിട്ടും പ്രൂവ് ചെയ്തു തന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഈ പറയുന്ന പ്രവീണിന്റെയും പ്രണവിന്റെയും. ഇവരുടെ ജീവിതം ഒരുപാടധികം അസൂയോടുകൂടി അല്ലെങ്കിൽ ഒരുപാടധികം സന്തോഷത്തോടുകൂടി ഇവരെ ഫോളോ ചെയ്യുന്ന ഒരുപാടധികം ഫോളോവേഴ്സ് ഉണ്ട്. കാരണം അച്ഛൻ, അമ്മ, ഭാര്യ, ചേട്ടൻ, അനിയന്മാർ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്, അവരുടെ സ്നേഹം, അവരുടെ ഫാമിലി വ്ളോഗ്സ്, ടൂർ പോവല്, വീട്ടിലുണ്ടാവുന്ന പല കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് വ്ളോഗ് എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു യൂട്യൂബേഴ്സ് ആണ് ഈ പറയുന്ന പ്രണവും പ്രവീണും. ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു റീൽസ് ലൈഫിൽ അഭിനയിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നറിയുമ്പോൾ ഒരുപാടധികം സങ്കടമുണ്ട്. തീർച്ചയായിട്ടും ഇവരുടെ റിയൽ ലൈഫ് എന്തെന്ന് ഇന്നലെയും മിനിയന്നാളുമായിട്ടാണ് നമ്മളെല്ലാവരും അറിഞ്ഞു വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്നത് പ്രവീൺ ആൻഡ് പ്രണവ് എന്ന് പറയുന്ന അവരുടെ ആ ഒരു ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ്. അതായത് പ്രവീണിന്റെ ഭാര്യ പ്രഗ്നന്റ് ആയിരുന്നു. 8 മാസം പ്രഗ്നന്റ് ആയിരുന്ന ഭാര്യയെ ഈ പറയുന്ന ഒരു സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ആക്കുകയും അവിടെ നിന്ന് ഒരു ആൺകുട്ടി ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ പറയുന്ന വ്ളോഗുകളിലും വീഡിയോസിലും ഒന്നും ഈ പറയുന്ന അനിയനോ അച്ഛനോ അമ്മയോ ആരും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ പറയുന്ന കമന്റ് ബോക്സിൽ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഈ പറയുന്ന ഭാര്യ പ്രസവിച്ചിട്ടും അച്ഛനും അമ്മയും അനിയനൊക്കെ എവിടെ പോയി, ഇവരെയൊക്കെ ഒന്നും ഇപ്പോൾ വ്ളോഗിൽ കാണാറില്ലല്ലോ. അപ്പൊ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്ന സമയത്ത്, അതായത് ഇത്രയേറെ ക്യാഷ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു ഇത്രയും ഇതായ സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ഈ ഒരു ലേഡിയെ സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്തത് എന്നൊരു കാര്യം ഇങ്ങനെ ചോദിച്ചപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നപ്പോഴാണ് ഇനി ഞങ്ങൾക്ക് അഡ്രസ് ഇല്ല, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ബന്ധുക്കളില്ല, സ്വന്തക്കാരില്ല, ഞങ്ങളെ ഇറക്കി വിട്ടു എന്നുള്ള രീതിയിൽ പ്രവീൺ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മോശമായിട്ടൊന്നും തന്റെ വീട്ടുകാരെയോ അനിയനെയോ ഒന്നും ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. തൊട്ടടുത്ത ദിവസം തന്നെ പ്രണവ് കൊച്ചു എന്ന് പറഞ്ഞിട്ട് പ്രവീണിന്റെ അനിയൻ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ ഡേ തന്നെ ഏകദേശം 3 ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സിനെ സമ്പാദിക്കാൻ ആ ഒരു പ്രണവ് കൊച്ചു എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനൽ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ഫസ്റ്റ് വീഡിയോ ആണ് എല്ലാവരെയും ഈ പറയുന്ന ഒരു കോൺട്രവേഴ്സിയിലേക്ക് കൊണ്ടുവന്നത്. ആ വീഡിയോയിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ പറയുന്ന പ്രവീണിന്റെ ഭാര്യയും വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു. അവരെ ഞങ്ങൾ ആരും ഇവിടെ ഇറക്കി വിട്ടതല്ല, അവര് വീണ്ടും വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ വീട്ടിൽ കയറാം, അവന്റെ കൊച്ചിന് അഡ്രസ് ഇല്ല, ഞങ്ങൾക്ക് അഡ്രസ് ഇല്ല, ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നൊക്കെ പറയുന്നത് വളരെ കള്ളമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ അങ്ങനെ ഒരു യാതൊരു പ്രശ്നവുമില്ല. അവനും അവന്റെ ഭാര്യയും സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണ്. അവരിനിയും വീട്ടിലേക്ക് വരികയാണെങ്കിൽ മോനെയും മോളെയും അതുപോലെ തന്നെ ആ ഒരു കുഞ്ഞിനെയും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ റെഡിയാണെന്നുള്ള രീതിയിൽ ഒരുപാടധികം സങ്കടപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന പ്രണവിന്റെ അമ്മയും അച്ഛനും പ്രണവൊക്കെ കൂടി ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ റിവ്യൂ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഇന്നലെയാണ് വേറൊരു വീഡിയോ വരുന്നത്. അതായത് പ്രവീൺ ഇതിന്റെ സത്യാവസ്ഥ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇന്നലെ പ്രണവ് ആൻഡ് പ്രവീൺ എന്ന് പറയുന്ന ആ ഒരു ഒഫീഷ്യൽ അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനോടകം തന്നെ ഒരു 5.8 മില്യൺ വ്യൂവേഴ്സ് അതിന് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഈ പറയുന്ന കാര്യങ്ങൾ അറിയാനായിട്ട് സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഏറെയാണ്. അതായത് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഇവരെ ഫോളോ ചെയ്തുകൊണ്ട് ഈ പറയുന്ന കോൺട്രവേഴ്സിയിലായാലും ഇവരുടെ സന്തോഷത്തിലായാലും ഒത്തുചേർന്ന് പോകുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ്. അപ്പൊ തീർച്ചയായിട്ടും പ്രവീൺ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പല കാര്യങ്ങളും ഈ ഒരു പ്രവീണിന്റെ ഭാര്യയെയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനായിട്ട് വളരെ വൾഗറായിട്ട് വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അച്ഛനും അമ്മയും ഈ പറയുന്ന പ്രവീണെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതും, അതുപോലെ തന്നെ അതിനുശേഷം ഒരു വീഡിയോന്റെ ഒരു ക്ലിപ്പ് ഉണ്ട്. ആ ക്ലിപ്പ് ഞാൻ ഇവിടെ സൈഡിൽ ഒന്ന് പ്ലേ ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഒരിക്കലും ഒരു ഗർഭിണിയെടുത്ത് ഒരിക്കലും ആരും ചെയ്തുകൂടാത്തതാണ് എൻ്റെ വീട്ടിൽ അന്ന് നടന്നത്. മെയിൻ കണ്ണികളായിട്ടുള്ളത് എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ അനിയൻ. ഇതെല്ലാം അനുഭവിച്ചത് ഞാനും മൃതനെ. നീ പറഞ്ഞു, നീ ഒരു ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്ത് നീ പറഞ്ഞു. അച്ഛനും ഇളയ മോനും തന്ന സമ്മാനോ രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചത് ആണ്. രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചതാ. മാലയും പൊട്ടി അവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ? ഉണ്ടാക്കിയിട്ടതല്ല, നാടും മാനം ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോ. ഞാനതിനെല്ലാം പ്രശ്നം എൻ്റെ പ്ലാനിങ് ആയിരുന്നു. എനിക്കറിഞ്ഞൂടെ എന്തൊക്കെ പറഞ്ഞ കൊച്ചു പിടിച്ച് കുറേ ചീത്ത പിടിച്ച് നിന്റെ കഥവും ഇവിടെ പിടിച്ചുകൊണ്ട് എന്തൊക്കെ മാറുമെന്നും പറഞ്ഞവർ രണ്ടടി നിന്നെ ആരൊക്കെ അടിച്ചത്? ലീഗലി പോവാം. നിന്നെ ഗർഭിണിയായിരുന്നപ്പോൾ ആരൊക്കെ അടിച്ചത് പറ. വയറെന്ന് പറഞ്ഞാൽ പിടിച്ചിട്ട് പോലെ
റെഡിയായിട്ട് മുതുകത്തമായിട്ട് കിട്ടി. പിന്നെ ഒരു മക്കൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഞാൻ പറയുക, ഇത് കേൾക്കാൻ വേണ്ടി പറയുക, സങ്കടമുള്ളതുകൊണ്ട് പറയുക, 2 മക്കളെ ഒരേ രീതിയിൽ സ്നേഹിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വളർത്താൻ നിൽക്കരുത്, ആദ്യമേ ഒഴിവാക്കിയേക്കണം. സീരിയസ് ആയിട്ട് അത്രയ്ക്ക് വിഷമമുണ്ട് പറയുന്നത്. ഞാൻ ഇനി വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നമ്മളിന്ന് വീഡിയോ പ്രൊമോഷൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ അപ്പോൾ ഇതിലേക്കൂടെ പോയി ഇനി ഏറ്റവും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് 2 എണ്ണവും കൂടെ ഇറങ്ങി വന്ന് അടിയായി. ഞാൻ ഒറ്റയ്ക്ക് പിടിച്ച് മാറ്റാൻ അമ്മയും ശേഷം കുറേ ഇടിയിട്ട് ഇവിടെയൊക്കെ ഞാൻ തറ വീണ് എന്നെ കുറേ പറഞ്ഞിട്ട് ഇവരുടെയൊക്കെ മനസ്സിൽ ഇത്ര എന്നോട് ദേഷ്യമുണ്ട്. മുറും പിടിച്ചുകൊണ്ടാണ് എത്ര ചീത്ത വിളിച്ചത്. ഞാനും എൻ്റെ കുടുംബം കുളത്തോട്ട് മൂടിയോ തറയിലടിച്ച് കത്തി ചെയ്തിട്ട് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കി വീടാ, ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇറങ്ങിക്കോളാൻ. കുഞ്ഞുമായിട്ട് കിടക്കും 9 മാസം. ഞാൻ എനിക്ക് തൊന്നിട്ട് ഞാൻ എൻ്റെ വയറ് വളരെ വീണെടുക്കുന്ന കണ്ടിട്ട് എനിക്ക് പോലും ചെയ്യാൻ പറ്റില്ല. എന്നെ ഈ കയ്യിൽ ഇവിടെ പിടിച്ചടിച്ചു. വീണ്ടും വന്നടിക്കോ 2 നമുക്ക് പോവാട്ടോ. ഇവിടെ കിട്ടുകൊണ്ടിരിക്കും നിൽക്കുന്നത് എല്ലാത്തിനും കാരണം ഞാനാണ്. അമ്മയും പറയും 10 മാസം മുന്നേ ഒരു കുഴപ്പമില്ലായിരുന്നു, ഞാൻ വാത് കുത്തിയ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും ദോഷത്തിന് ഞാൻ വരുന്നുണ്ടോ? അവൻ ചെയ്യുന്നതിനെല്ലാം ഫലം കിട്ടുന്ന എനിക്ക്. അവരെ മോനെ കെയർ ചെയ്യുന്നല്ലാണ്ട് ഇളയ മോനെ കെയർ ചെയ്യുന്ന ഒരു ഗ്ലാസ് പാൽ പോലും ഇട്ട് കൊടുത്തിട്ടില്ല. ചങ്കി തട്ടി പറയാം, ഇവിടെ എല്ലാ കാര്യവും നോക്കുന്നത് ഞാനാ ഈ വീട്ടിൽ. ഇല്ല, പറ്റുന്നില്ല ഇവിടെ നിൽക്കാനിക്കൊണ്ട്. ഞാൻ തിരിച്ചെന്ന് പറയാൻ നിന്നപ്പോഴത്തേക്ക് കൊച്ചു അച്ഛനോട് എന്തൊക്കെയോ പറഞ്ഞു. എൻ്റെ തൻ്റെ ചീത്ത വിളിച്ച് എനിക്കറിഞ്ഞൂടെ അവരൊക്കെ എന്നോട് എന്തോ ചെയ്യുന്നെന്ന്. എനിക്കിനി ഇവിടെ നിൽക്കുന്നത് എന്നോട് പറഞ്ഞു നാണോ മായോട്ട് ഇറങ്ങിപ്പോ. തറ വയറോടെ ഇരിക്കുന്നുണ്ട്. ഇനി ഒരു 5 ദിവസം പോലും ഇല്ല. എനിക്ക് വയ്യ നിന്നെ ഇവിടെ എടുത്തിട്ട് അടിക്കുന്ന കാണാൻ. കുറെ കിട്ടിയടി ഞാൻ നോക്കിയപ്പോൾ വായി കൊടുക്ക ചോര വീഴുന്നു. കാണുന്ന പോലെ ഒന്നുമല്ല എന്നോട് വന്ന് കയറിയിട്ട് എന്നോട്ടല്ലേ എന്നോട്. വിചാരിച്ച് ഞാൻ നിൽക്കുമ്പോഴെങ്കിലും ഒന്ന് അടി നിർത്തുമായിരിക്കും. എനിക്ക് ഇവിടൊക്കെ ഒരു ചവിട്ട് കിട്ടി കേട്ടോ. കുഞ്ഞിനോട് പോലും ഒരു സ്നേഹമില്ലാഞ്ഞിട്ട് കംപ്ലൈന്റ് കൊടുക്കാൻ പോലും. ഈ ഒരു വീഡിയോ കുറച്ചുകൂടി ഉണ്ട്, ഇത് മുഴുവനായിട്ട് കണ്ടു നിൽക്കാനായിട്ട് വയ്യ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കരച്ചിലും ആ ഒരു സങ്കടവും കാണുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. കാരണം നമ്മൾ ഇവരിടുന്ന ഓരോ വീഡിയോസും വളരെ ആസ്വദിച്ച് സ്നേഹിച്ച് കാണുന്ന വ്യക്തികളാണ്. ഇത്തരത്തിലൊരു പ്രശ്നമാണ് ആ ഒരു വീട്ടിൽ ഒരുപാട് നാളായിട്ട്, എന്ന് വെച്ചാൽ ഇന്നും ഇന്നലെ ഒന്നും അല്ല, ഒരുപാട് നാളുകളായിട്ട് ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു വർത്തമാനത്തിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നത്. കാരണം 8 മാസം പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു പെൺകുട്ടിക്ക് അവർക്ക് ആവശ്യമുള്ള ഫുഡോ അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട ആ ഒരു സുരക്ഷയോ കൊടുക്കാനായിട്ട് ആ ഒരു വീട്ടിൽ ആർക്കും താല്പര്യമില്ല എന്നുള്ള കേസ് ഇപ്പൊ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെ ഉണ്ടായിരിക്കുന്നത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡൊമസ്റ്റിക് വയലൻസ്, അതായത് 5-8 കൊല്ലം ജയിലിൽ കിടക്കാവുന്ന ശിക്ഷയാണ് ഈ പറയുന്ന കൊച്ചുവും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രവീണിന്റെ അച്ഛനും ചെയ്തിരിക്കുന്നത്. ആ ഒരു 8 മാസം പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു പെൺകുട്ടിയെ വയറ്റത്ത് ചവിട്ടുക, ദേഹത്തിടിക്കുക, അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് മാനസികമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളുമുണ്ട് ഈ ഒരു സമയത്ത്. ആ ഒരു മാനസികമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി നിൽക്കുന്നു എന്ന് പോലും നോൽക്കാതെ മൂത്ത മകനെ എടുത്തിട്ട് ഇടിക്കുക, ചവിട്ടുക, ഇളയ മകനെ ഇടിക്കാനായിട്ട് അച്ഛൻ പിടിച്ചു വെച്ച് കൊടുക്കുക. കൃത്യമായിട്ട് കാണുന്നുണ്ട് ഈ ഷോൾഡറമ്മയും അതുപോലെ തന്നെ ചുണ്ടിന്റെ അവിടെയൊക്കെ കൃത്യമായിട്ട് നമ്മുടെ പ്രവീണിന്റെ അവിടെ പാടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പ്രവീൺ ഒരുപാട് സങ്കടപ്പെട്ടാണ് ആ ഒരു കാര്യം പറയുന്നത്. മൂത്ത മകനെ നോക്കാനായിട്ട് പറ്റില്ല എങ്കിൽ ആദ്യം തന്നെ ഉപേക്ഷിച്ചാക്കണമായിരുന്നു എന്നുള്ള രീതിയിൽ, ഒരുപോലെ കാണണം മക്കളെ എന്നുള്ള രീതിയിൽ ഒരുപാടധികം സങ്കടമുണ്ട്. ഈ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടു തീർക്കാൻ പോലും പറ്റുന്നില്ല. ഞാനിത്
ഇന്നലെ ഇട്ടപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, അതിനെപ്പറ്റി ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സ്വന്തമായിട്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ സോഷ്യൽ മീഡിയ ഉൾപ്പെടുത്താത്തതായിരിക്കും എപ്പോഴും നല്ലത്. അതായത് ഇനി മുന്നോട്ട് പോകുന്ന നാളുകളിൽ എപ്പോഴെങ്കിലും ഇവർക്ക് ഒന്നിച്ച് ജീവിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പക്ഷേ ഇവരൊന്നിച്ച് ജീവിക്കുമെങ്കിലും ആളുകൾ അത് കാണുന്ന രീതി മാറും. ഇപ്പൊ തന്നെ ഏകദേശം ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവരുടെ ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുന്നത്. അവിടെ കൊച്ചുവിനായാലും അല്ലെങ്കിൽ അച്ഛനെ ആയാലും അമ്മക്കായാലും നെഗറ്റീവ് കമന്റ്സിന്റെ പെരുമഴയാണ്. അവർ എന്ത് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും ഇവർക്കാണെങ്കിൽ പോസിറ്റീവായിട്ട് ഇവർക്കൊപ്പം നിൽക്കാനായിട്ട് ആളുകളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഭാഗത്താണ് ഇവിടെ ശരി. കൃത്യമായിട്ടൊരു ഡൊമസ്റ്റിക് വയലൻസ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്നിട്ട് അതിനുശേഷം എന്താ ഉണ്ടായത്, ഈ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ട്, അതായത് പ്രവീൺ ഒരു ആൺകുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഈ പറയുന്ന കുട്ടിയുടെ അമ്മയോ അല്ലെങ്കിൽ പ്രവീണയോ നോക്കാതെ ആ പറയുന്ന കുട്ടിയെ മാത്രം എടുത്തുകൊണ്ട് ഷോർട്ട് വീഡിയോസ് ഉണ്ടാക്കി പ്രണവ് കൊച്ചു എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനലിൽ അവർ ലിറ്റിൽ പ്രിൻസ് എന്നൊക്കെ പറഞ്ഞ അങ്ങ് അപ്ലോഡ് ചെയ്തു. അതിന്റെ താഴെ വരുന്ന കമന്റ് ബോക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓസ്കാർ ലെവൽ അഭിനയമാണിത്. ഓസ്കാർ അവാർഡ് നിങ്ങൾക്ക് ഈ ഒരു വർഷത്തെ കിട്ടിക്കഴിഞ്ഞു. അച്ഛനും അമ്മയ്ക്കും അനിയനും ഓസ്കാർ അവാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വൾഗർ ആയിട്ടുള്ള ഒരുപാട് കമന്റ്സ്. ഇതിന്റെയൊക്കെ എന്ത് ആവശ്യമാണുള്ളത്? ഇത്രയും അടിപൊളിയായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്കിടയിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നറിയുമ്പോൾ ഒരുപാടധികം സങ്കടമുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇതിൽ ഇടപെട്ട് കഴിഞ്ഞു. ഇനി എന്തൊക്കെയാണെങ്കിലും പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റത്തില്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റത്തില്ല. അത് ഇപ്പൊ ഈ പറയുന്ന പോസിറ്റീവായിട്ട് പോകുന്ന പ്രവീണിനും പ്രവീണിന്റെ ഭാര്യക്കാണെങ്കിലും ഇവർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. എവിടെ വെച്ച് ആര് കണ്ടു കഴിഞ്ഞാലും എന്താണ് ആ പ്രശ്നം അവസാനിച്ചോ, എന്താണ് അച്ഛനും അമ്മ അനിയനും ഇങ്ങനെ ചെയ്തത്, നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചിരുന്നത്. അതുപോലെ തന്നെ അവിടെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു വിധത്തിലും നമുക്ക് നമ്മളുടേതായിട്ടുള്ള രീതി പോകാൻ പറ്റത്തില്ല. അതിന് സോഷ്യൽ മീഡിയ സമ്മതിക്കില്ല. അതാണ് ഈ ഒരു പ്ലാറ്റ്ഫോം. അപ്പൊ എന്തൊക്കെയാണെങ്കിലും മാക്സിമം വീട്ടിലുണ്ടാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ എടുത്തിടാതിരിക്കാൻ ശ്രമിക്കുക. പക്ഷെ ഇത് കേസ് കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. 8 മാസം പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചതും അവൾ പറയുന്ന ഫുഡ് കൊടുക്കാതിരിക്കുന്നതും നോക്കാതിരിക്കുന്നതും എല്ലാനും, അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ ചേട്ടനെ മകനെ എടുത്തിട്ട് ഇടിക്കുന്നതും ദേഹം ഉപദ്രവിക്കുന്നതും ചുണ്ടിൽ നിന്നൊക്കെ ചോര വന്നിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന വീഡിയോസ് വരെ ഇതിനകത്തുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഈ ഒരു ഫാമിലിയെ നമ്മൾ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചിരുന്നത്. ഒരുപാടധികം കമന്റുകൾ അങ്ങനെയും വരുന്നുണ്ട്. ഈ ഒരു ഫാമിലിയെ പറ്റി ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചിരുന്നത്, ഇവിടെയും ഉണ്ടല്ലേ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ. അല്ലെങ്കിൽ റീൽസ് ലൈഫും റിയൽ ലൈഫും യഥാർത്ഥത്തിൽ എന്താണെന്ന് തെളിയിച്ചു തന്നൊരു ഫാമിലിയാണ് ഈ പറയുന്ന പ്രവീണിന്റെയും പ്രണവിന്റെയും ഫാമിലി എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.